ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഐ തിങ്ക് 2-3 ഇയേഴ്സായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വ്ലോഗ് ഒരു പെട്ടെന്നൊരു മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. ഇങ്ങനെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അതാണ് മെയിൻ പറയാൻ മറന്നുപോയി. മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ മമ്മിയുടെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഒരു വീഡിയോ എടുത്തിട്ട് എന്താ പറയുക അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. സോ ഇതുവരെ എൻ്റെ ആഗ്രഹമായിരുന്നു അത്, പക്ഷേ ഇതുവരെ എനിക്ക് പറ്റിയില്ല. സോ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഐ സ്റ്റാർട്ട്. ഇത് മുമ്പത്തെ പോലെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ആക്കണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലല്ല. ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂമെൻറ്റ്സൊക്കെ അവിടെ ഉണ്ടാവണം. അത് കുറേ കൊല്ലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തല്ലോ, അതൊക്കെ പേരൻസിനോട് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ. ഓൾവേസ് മേക്ക് യുവർ പേരൻസ് ഹാപ്പി. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ. മമ്മിയുടെ ബർത്ത്ഡേ ഇങ്ങനെ എടുത്തിട്ട് മമ്മിക്ക് വലിയ സന്തോഷമാവുമല്ലോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കാണുമ്പോൾ മോളുടെ വീഡിയോ ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ ആ കാണുമ്പോൾ മമ്മിയുടെ മുഖത്തൊരു ചിരി ഉണ്ടാവില്ലേ. യെസ്, ദാറ്റ് ചിരി ഐ വാണ്ട്. ഓക്കെ, സോ ഇവിടെ ഇപ്പം ആക്ച്വലി ഇവിടെ ആരും ഇല്ല. അതാ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, മുമ്പ് കുറേ മിണ്ടുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മിണ്ടാനും പറ്റുന്നില്ല, ടച്ച് വിട്ടുപോയി. ഓക്കെ, സോ എനിവേ വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. എഡിറ്റിംഗ് അത്രയും എനിക്ക് അറിഞ്ഞോടാ വീഡിയോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ടു ബി ഫ്രാങ്ക് എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെ എടുത്തെന്ന്. വെറുതെ ഇങ്ങനെ എടുത്ത് ഇട്ട്. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ആൻഡ് കം. ഞാൻ പറഞ്ഞ പോലെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ മമ്മിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണേണ്. അപ്പോൾ എവിടെ പോകണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ കുറേ കടയിൽ കേടി ഇറങ്ങി അവസാനം ഒരു കടയിൽ പോയി. ചിരി കണ്ടില്ലേ. പിന്നെ അവസാനം ജയലക്ഷ്മി പോയി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കാണ്. ഫസ്റ്റ് എനിക്ക് നോക്കിയിട്ട് വേറൊരു നോക്കുള്ളൂ. എനിക്ക് മമ്മിക്ക് നോക്കും, പിന്നെ ഇവർക്ക് ബ്രൈഡിനും ചേട്ടനും ഡാഡിക്കും നോക്കും. പക്ഷെ അവിടെ നോക്കുന്ന കുറവാണ്. പിന്നെ നമ്മൾ മൂന്നിൽ ജെൻസ് സെക്ഷനിലോട്ട് പോയി. അവിടെ പിന്നെ എനിക്ക് ബോറടിക്കും. അട്രാക്റ്റീവ് അല്ലല്ലോ, ഒരു സൗണ്ട് ഒച്ചയും ബഹളമൊന്നുമില്ല. പിന്നെ മമ്മിയും അവസരം ടയർഡായി. പിന്നെ ഡാഡി അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പല നടന്നുകൊണ്ടിരിക്കണ്ടായി. അവസാനം എനിക്കും മാത്രം കിട്ടിയുള്ളൂ ഡ്രസ്സ്. പിന്നെ മമ്മിക്ക് ആകെ ഒരു ഡ്രസ്സ് വെച്ച് കിട്ടുള്ളൂ. മമ്മി ഭയങ്കര ടയർഡായിപ്പോയി. എനിക്ക് ചെറുതിലപ്പോൾ തൊട്ട് നമ്മൾ എവിടെയും പോയില്ലെങ്കിലും, നമ്മൾ എവിടെ ഷോപ്പിങ്ങിന് എവിടെയും പോയില്ലെങ്കിലും ആ കാറിലിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ മൂമെൻറ്റ് അത് എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്സ് സോ പ്രഷ്യസ്. അവിടെ തമാശയും പറഞ്ഞ് മ്യൂസിക്കും കേട്ട് നമ്മൾ കുറേ ഇങ്ങനെ മിണ്ടി എവിടെയും പോകണ്ട. വീട്ടിൽ നിന്ന് കാറിന്ന് വീട്ട് നമ്മൾ എവിടെയും പോകണ്ട. ആ കിട്ടുന്ന സന്തോഷം അതെങ്ങനെ പറയണമെന്നറിയില്ല. മമ്മിക്കൊന്നും കിട്ടാത്ത കൊണ്ട് നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് അവർ രണ്ടുപേരില്ല, മമ്മീൻ്റെ ആണെങ്കിൽ കൊച്ചി പോവാണ്, അപ്പം നമുക്ക് മാത്രം ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയതാണ്. പിന്നെ നമ്മൾ എവിടെ പോയാലും എവിടെ ഷോപ്പിങ്ങിന് പോയാലും ഈ സെക്ഷൻ മസ്റ്റാണ്. നമ്മൾ അവിടെ മേടിക്കുന്നില്ലെങ്കിലും അതൊക്കെ ഒന്ന് കണ്ട് ഈ പാത്രങ്ങൾ കണ്ട് മറ്റേ പാൻ വാങ്ങിക്കുക, പുട്ടുകുറ്റി മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആണ്ടുങ്ങളുടെ പോർഷന് വരുമ്പോൾ ചേട്ടന് പറയേണ്ടത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ അവിടെ ക്ലിപ്പ് മേടിക്കുക, അത് മേടിക്കുക, ഡ്രസ്സ് മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ ആ കാസും അങ്ങനെ കണ്ട് ആ തോക്കും അതൊക്കെ നോക്കിയിട്ട് നാണെല്ലാത്തിനും വലുതായില്ല കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ വന്നത് മമ്മിക്കൊരു ഗിഫ്റ്റ് മേടിക്കാനാണ്. ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ഐഡിയ ഇല്ല എന്ത് മേടിക്കണമെന്ന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് എനിക്കിഷ്ടപ്പെട്ട ക്ലിപ്പൊക്കെ മേടിച്ചിട്ട് ഞാൻ പോയി. നമ്മൾ ഇറങ്ങിയത് ലേറ്റാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ലേറ്റ് അല്ല, വീട്ടിലൊന്നുമില്ല. ഇവർക്കൊന്നും അറിയണം മമ്മീൻ്റെ ഇടയില്ലാത്തതുകൊണ്ട് ഞാനാണ് എല്ലാം ചെയ്യുന്നത്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ്. പക്ഷെ ഇവർക്കൊന്നും അറിയില്ല എന്താ ഫുഡെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഷവർമ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ആ പ്ലാൻ മാറി. അപ്പം ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഷവർമ അല്ലെങ്കിൽ നീ ബിരിയാണി നീ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന്. ചായയുടെ ആളാണ് ബ്രൈഡൻ. ഈ വീഡിയോ ആക്ച്വലി എനിക്ക് ഇടാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര മടിയാണ് എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് എടുക്കണത് പ്രശ്നമല്ല, ബട്ട്
എനിക്ക് എഡിറ്റിംഗ് അത് കഴിഞ്ഞിട്ട് മറന്നുപോയി ഞാൻ ശരിക്കും പറഞ്ഞു. തന്നോട് യൂട്യൂബിലൂടെ കിടക്കുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചേട്ടനോട് ചോദിച്ചു. അതിന്റെ പുറകിലുള്ള എഫേർട്സ്, സമയം, ക്യാമറയും പിടിച്ച് പുറകിൽ നടക്കണ, അതൊക്കെ ആലോചിക്കാൻ പറ്റല്ല, കരച്ചില് വരും. അതാണ് സ്നേഹം ചേട്ടാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര ഫോട്ടോ എടുത്തു തരുന്നത്. എന്റെ ഫോട്ടോ ശരിയാണ് മാൻ. ഇവർ തന്നെ എനിക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും ചോദിക്കാറില്ല ഫോട്ടോ എടുത്താന്ന്. പക്ഷെ ഇവർക്ക് അത്ര ക്ഷമയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞത് എടുത്ത് തരികയും ചെയ്യും. എൻ്റെ ഫുൾ സപ്പോർട്ടാണ് ഭയങ്കര. ഇപ്പം എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടുപേരും അത് ഇങ്ങനെ ചെറുതായിട്ട്, ഇപ്പം ഞാൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലിങ്ങനെ വലിയ പ്രശ്നമാണല്ലോ, പക്ഷെ അവർ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിക്കോളും. നമ്മൾ ഫസ്റ്റ് സ്മാർട്ട് ബസാറിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഈ പൂക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോറം മോളിൽ പോകുന്നതാണ്. അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. വെറുതെ കറങ്ങി. നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെവിടെ പോയാലും അത് മേടിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. നമ്മൾ ആ ഇൻറ്റൻഷൻ വെച്ച് പോകാറേ ഇല്ല. നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കുള്ളൂ. പക്ഷേ ഇത് വെറുതെ പോയത് നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ പോയത്. ഡാഡി മമ്മി ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും വീട്ടിൽ പോയാൽ ഡാഡി മമ്മി ഇല്ലെങ്കിൽ ഭയങ്കര ബോറായി. ഇപ്പം മമ്മി ഇല്ലെങ്കിലും ഡാഡി ഇല്ലെങ്കിലും ഒരാളില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ഉറങ്ങിയ പോലെ. അപ്പം നമ്മൾ പറഞ്ഞ് വീട്ടിലിരിക്കണ്ട, വീട്ടിൽ നിന്ന് ബോറടിക്കും, മമ്മീൻ്റെ ഡാഡി ഇല്ല, അപ്പോൾ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റ് ആയാലും പ്രശ്നമില്ല, നമ്മളെ 3 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ 10:30 ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കുള്ളത് കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് മുട്ട വറക്കി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞ് എന്തായാലും അവരിപ്പോൾ നമുക്ക് 10 മണി ഒരു വിഷയമല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് വന്ന ഐഡിയ, നമുക്ക് പാസ്തയും ബ്രോസ്റ്റഡ് ചിക്കനും ആക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കില്ല. ഞാനും ചേട്ടനാണെങ്കിൽ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇപ്പം ചെയ്യും. അത് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണത്. അങ്ങനെ ഞാനും ചേട്ടൻ ഡിവൈഡ് ചെയ്തു. ഞാൻ ബ്രോസ്റ്റ് ചിക്കൻ ആക്കി. ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് പാസ്തകളെല്ലാം എന്താ പറയുക എല്ലാം ചെയ്ത് വെച്ചിട്ട് ചേട്ടൻ അത് പ്രൊസീഡ് ചെയ്തു. വെച്ചാൽ നമ്മളെല്ലാം അങ്ങനത്തെ പണിയുണ്ടല്ലോ, കുഞ്ഞു പണി, അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ചേട്ടൻ ഉണ്ടാക്കിയത് സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ ഞാനും ചേട്ടനുമാണ് ഇങ്ങനെ എന്താ പറയുക കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക് രണ്ടുപേർക്കും. പിന്നെ ബ്രൈഡിനാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, ചെയ്യും, പക്ഷേ നമുക്കിങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിക്കാറൊന്നുമില്ല. യെസ്, അങ്ങനെ ഫൈനലി എൻ്റെ ബ്രോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ റെസിപ്പി. നമുക്കിങ്ങനെ അളവൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ടുകൊണ്ട് നമ്മൾ കൈത്തെ അളവാണല്ലോ ഇടുന്നത്. അങ്ങനെ ചേട്ടൻ്റെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ടേസ്റ്റി, ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 കൂടെ കഴിച്ച് ഒരു സിനിമയും കണ്ട്. ഇറ്റ് വാസ് സാറ്റർഡേ. സോ ലേറ്റ് ആയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഇറങ്ങിയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഒരു സിനിമ കഴിഞ്ഞ് അടിപൊളി. ദ ഡേ വാസ് റിയലി ഗുഡ്. ബട്ട് മമ്മീനും ഡാഡിനെ ശരിക്കും മിസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കിട്ടാത്ത ഡ്രസ്സ് മമ്മിക്ക് സ്റ്റിൽ പെൻഡിങ് ആണ്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി മേടിച്ച് തിരിച്ചു വന്നു. 28th മമ്മിയുടെ ബർത്ത്ഡേ. അപ്പോൾ 27th എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഐ മീൻ എൻ്റെ അങ്കിൾ ആൻറ്റി, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് അപ്പോൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 26 ഉണ്ടാക്കി. 26 ഞാനും ചേട്ടൻ ബ്രൈഡിനും പറഞ്ഞ് എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കിയിട്ട് അത് കട്ടാക്കിയിട്ട് ഒരു ചെറിയ വിഷസായിട്ട് നമുക്ക് വിഷ് ചെയ്യാമെന്ന് പറഞ്ഞ്. കേക്ക് മേടിക്കാനാണ് പ്ലാന്, ബട്ട് വേണ്ടെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ നമ്മൾ 3 കൂടിയിട്ട് 3 ടു ബി ഫ്രാങ്ക് ചേട്ടൻ പുഡിങ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്തു മമ്മിനെ. സോ മമ്മി മോൻ ചിരി കണ്ടില്ലേ, ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച്. യാ, ഈ വീഡിയോ കത്ത് ഞാൻ വീട്ടിട്ടുകൊണ്ട് ഈ സീനിൽ ഞാനില്ല. അത് കഴിഞ്ഞിട്ട് വിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്ത ഉണ്ടാക്കി. പാസ്ത ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ ഇറ്റ് വാസ് സിമ്പിൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ അങ്ങോട്ടേക്ക് പോയി, ഗ്രാനീസ് ഹൗസ്. അവിടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് മമ്മിക്കൊരു വലിയ സർപ്രൈസ് ആയത്. എന്താ പറയുക, അവിടെ മമ്മിക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷീ വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഡേറ്റ് എത്ര? 27th. നാളെയാണ് മമ്മിയുടെ ബർത്ത്ഡേ. ഓക്കെ, നാളെ മമ്മിയുടെ ബർത്ത്ഡേ. അതുപോലെ നാളെ എൻ്റെ ഗോഡ് മദറിൻ്റെ വെഡിങ് ആനിവേഴ്സറി. ബട്ട് അവരിന്ന് സെലിബ്രേറ്റ് ആക്കണമുണ്ട്. ഇവിടെ മമ്മീൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മമ്മി ഇറ്റ് വാസ് സർപ്രൈസ്. മമ്മിക്ക് അത് സർപ്രൈസ് ആണ്, മമ്മിക്ക് അറിയില്ലായിരുന്നു. സോ അങ്ങനെ ഒരു നിൽക്കല്ലേ, ഞാൻ ചേഞ്ച് ആക്കി. എന്തത്
എൻജോയ്. സോ ഐ യു ഹാപ്പി? യെസ്, അപ്പോൾ ഇവിടെ മമ്മീൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കി. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇതാണ് മമ്മീൻ്റെ ഫാമിലി. സോ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ആക്കി, ബർത്ത്ഡേയും സെലിബ്രേറ്റ് ആക്കി. യാ, എല്ലാ ഫങ്ഷനും നമ്മുടെ ഫുഡാണല്ലോ മെയിൻ. അവിടെ പോയി നോക്കിയപ്പോൾ കോരി റൊട്ടി, ബാംഗ്ലൂർ സ്പെഷ്യൽ, എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഫിഷ് മീൽസ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഇറ്റ് വാസ് നൈസ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഫുഡും കഴിച്ച് ഐ വാസ് റിയലി ഹാപ്പി. എനിക്ക് മോർ ദൻ ചിക്കൻ ഓർ എനി അതർ മീറ്റ്, എനിക്ക് ഫിഷ് മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ആ കറി കണ്ടില്ലേ, കൊതിയാവുന്ന കണ്ടിട്ട്. അതും ഇതിന് കുറച്ചൊരു എന്താ പറയുക, ഉപ്പേരിയും തോരനും അതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് തൃപ്തി. എനിക്ക് ഞാൻ എങ്ങനെയാ പറയണ്ടേ, 8ാമത്തെ അത്ഭുതം നീല് പാത്രം കിടന്ന് ഇതിടും ഞാൻ സ്വന്തം വീട്ടില് കഴിവുള്ള എല്ലാ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പാത്രം എഴുതാൻ തുടങ്ങി. എന്തെന്ന് പറഞ്ഞ മോന്റെ ഏജ് ഒന്ന് പറ. അങ്ങനെ സെലിബ്രേഷനും കഴിഞ്ഞ് കേക്കും കഴിച്ച് സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവായിരുന്നു. യെസ്, 28th ഇന്ന് മമ്മീൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് കുറച്ച് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കറണ്ട് വന്ന് പമ്പ് ശരിയുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഭയങ്കര സങ്കടമായിരുന്നു. ഫൊർഗെറ്റ് മോം വാസ് റിയലി സാഡ്. സോ മമ്മിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറേ പ്ലാൻ ചെയ്ത്, പക്ഷെ ഒന്നും പറ്റിയില്ല. ദെൻ വി സൈഡ് ഫൊർഗെറ്റ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് വീൽ സെലിബ്രേറ്റ്. നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ മമ്മിനെ സെലിബ്രേഷൻ ആക്കി. Birthday to you, happy birthday to you. യെസ്, അപ്പോൾ അങ്ങനെ ഒരു വിഷസും കൂടെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഡിന്നർ കഴിക്കാൻ പുറത്തു പോയി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് വന്ന് അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഡാഡി മമ്മിക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്ത്, എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കണ്ടേ. മമ്മിക്ക് കിട്ടാത്ത ഡ്രസ്സ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുത്തു. ഹാപ്പി ഹാപ്പി. അങ്ങനെ മോം വാസ് റിയലി ഹാപ്പി, ഫുൾഫിൽഡ് എന്ന് പറയാം. യെസ്, ആൻഡ് ദിസ് വാസ് അൺഎക്സ്പെക്റ്റഡ്. ഇറ്റ് വാസ് നോട്ട് പ്ലാൻ. ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ചേച്ചിയുടെ ബർത്ത്ഡേ ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പോൾ മമ്മിനെയും വിഷ് ചെയ്ത് ഇടയ്ക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തത്. ഇറ്റ് വാസ് റിയലി ഗുഡ്. വി വി ഹാപ്പി. അവർ വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി. എസ്പെഷ്യലി മോം വാസ് റിയലി ഹാപ്പി. മമ്മിനെയും വിഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫുഡ് ഐറ്റംസിലോട്ട് പോയി. ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനും ചേട്ടനുമാണ്. ഈ സൂപ്പൊക്കെ ചേട്ടൻ ഉണ്ടാക്കി, എല്ലാവരും കഴിച്ച്. വേറെ ഡിഷസൊക്കെ ഞാനും ഉണ്ടാക്കി. യെസ്, ഈ വീഡിയോയുടെ ഹൈലൈറ്റ് ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതാണ്. എപ്പോൾ നോക്കിയാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാലും ബിരിയാണി പോലെ ഉണ്ടാവും, പക്ഷേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് ദിസ് ബിരിയാണി വാസ് റിയലി ഗുഡ്.
എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടി. സോ യുനോ ഈ ബിഹൈൻഡ് സീൻസ് എന്താണെന്ന് വെച്ചാൽ ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ബട്ട് ഐ മെയ്ഡ് ഇറ്റ്. യെസ്, അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുകയാണ്. സോ അങ്ങനെ മോംസ് ബർത്ത്ഡേ വാസ് കംപ്ലീറ്റ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഷീ എൻജോയ്ഡ് എ ലോട്ട്. ഞങ്ങളും ഹാപ്പിയായി. യെസ്, ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും വരും. അൻറ്റിൽ ദെൻ ബൈ. യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയത്തില്ല, മലയാളമൊക്കെ മാറിപ്പോകുന്നു. ഓക്കെ, യാ, സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. എന്ന് പറയാൻ വേണ്ടിയിട്ട് മടിയില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ മടി ഇന്ന് ലേസിനെസ് ഈ വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ എഡിറ്റിങ് അതിനകത്ത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വലിയ ഇതൊന്നുമല്ല, എനിക്ക് ബേസിക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അങ്ങനെ ഞഞ്ഞും വരും. ഇവിടെ ഇപ്പോൾ ആരില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭയങ്കര കഷ്ടം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്താ പറയുക, എവിടെയോ എൻ്റെ ബാഗിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ട് എടുക്കുന്നത്. സോ ഇവിടെ ആരുമില്ല. ഈ വീഡിയോ ഭയങ്കര ലേറ്റായിട്ട് ഇട്ടതെന്ന് എനിക്കറിയാം. എനിക്ക് ഓൺ ടൈമിൽ ഇടാൻ പറ്റിയില്ല. സെപ്റ്റംബർ 4th ഇന്നായിക്കോളും ഞാൻ അപ്ലോഡ് ആക്കുന്നത്, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഐ ഡോണ്ട് നോ. ഇനിയും കുറച്ച് എഡിറ്റിംഗ് പെൻഡിങ് ഉണ്ട്. യെസ്, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും. അൻറ്റിൽ ദെൻ ബൈ.